ജീവിതയാത്രയിലെ ചില നിമിഷങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായി എന്ന് തോന്നല് നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ. അതിന് കാരണം ചില രോഗങ്ങളാവാം, അതുമല്ലെങ്കിൽ ജീവിതത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ടാവാം, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അങ്ങനെ എത്ര കാരണങ്ങളാണല്ലേ നമ്മളെ തനിച്ചാക്കാൻ, ഒറ്റയ്ക്കാക്കാനായിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയി, ഇനി ഞാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതയാത്ര ആരംഭിക്കേണ്ടത് എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ഓൺ വോയിസ് വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ ലിനു ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒറ്റപ്പെടലിനെ നമുക്ക് മറികടക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. പഠിക്കാൻ അധികം മിടുക്കനല്ലാതിരുന്ന ഒരു കുട്ടി, പക്ഷേ അവസാന വർഷം 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസമൊക്കെ ഉടലെടുത്തിരുന്നു. എങ്ങനെയെങ്കിലും നല്ലൊരു മാർക്ക് മേടിച്ച് പാസ്സാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അവൻ വളരെയധികം കഷ്ടപ്പെട്ട് പരിശ്രമിക്കുമായിരുന്നു. ആ ഒരു റിസൾട്ട് വരുന്ന ദിവസം അവൻ്റെ പാരൻസിന് വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ നൽകിയൊരു ദിവസമായിരുന്നു. വളരെ ആകാംക്ഷയോടെ അവരുടെ മകൻ്റെ ആ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആ കുട്ടി വളരെയധികം ഉന്നതമായിട്ടുള്ളൊരു വിജയം കരസ്ഥമാക്കി. അപ്പനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. അവരുടെ മകനോട് പറഞ്ഞു, നിനക്ക് ഞാൻ 3 സമ്മാനങ്ങൾ നിൻ്റെ മുന്നിലേക്ക് വെച്ച് തരാം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സമ്മാനം ഏതാണോ അത് നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് അപ്പനും അമ്മയും പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ അടുത്തേക്ക് വെച്ചിട്ടുള്ളത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി സൈക്കിൾ, അതുപോലെ തന്നെ വീഡിയോ ഗെയിം, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആണല്ലോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ മുന്നിലേക്ക് വെച്ചത്. ഇത് 3ഉം കേട്ടതിന് ശേഷം അവൻ പറഞ്ഞു, എനിക്ക് 3 സമ്മാനങ്ങളും വേണ്ട, പകരം എനിക്ക് വേണ്ടത് ഡൽഹിയിലുള്ള എൻ്റെ അങ്കിളിനെ കാണാനായിട്ട് എനിക്കൊന്ന് തനിച്ച് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ്റെ പാരൻസിന് വളരെയധികം അതിശയായി. കാരണം അവന് ഏറ്റവും പ്രിയപ്പെട്ട 3 എണ്ണം ഗിഫ്റ്റുകൾ എന്ന് കരുതിയതാണ് അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 3ഉം അവൻ വേണ്ട എന്ന് പറഞ്ഞത് അവരെ അത്ഭുതപ്പെടുത്തി. എന്നിട്ട് അവർ ചോദിച്ചു, നീ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 എണ്ണവും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ, അപ്പോൾ അതുപോരെ നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എനിക്ക് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അവൻ്റെ പപ്പ പറഞ്ഞു, നിൻ്റെ കൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്ത് ഡൽഹി വരെ പോയി അങ്കിളിനെ കാണിച്ചു തരാനായിട്ട് ഞങ്ങൾക്ക് ജോലിയിൽ അവധിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒഴിവ് പോലെ നടത്താമെന്നേ ഉള്ളൂ, ഇപ്പോൾ തൽക്കാലം നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് വിഷമമായി. പക്ഷെ അവൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ നിങ്ങൾ ട്രെയിൻ യാത്രയ്ക്ക് നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ട്. അപ്പോൾ അവൻ്റെ അപ്പം പറഞ്ഞു, നീ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ല, ഡൽഹി വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് നിൻ്റെ കൂടെ ഒരാൾ തന്നെ വേണം. നിനക്ക് അവിടെ എത്തുമ്പോൾ നിനക്ക് അതിൻ്റെ ഭാഷകൾ അറിയില്ല, നിന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് അവൻ്റെ അപ്പൻ അവനോട് തീർത്തു പറഞ്ഞു. പക്ഷേ അവൻ്റെ ആഗ്രഹം അവനെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഒട്ടും വിട്ടുമാറാതെ വളരെയധികം വാശിയോടെ അവൻ അതിൽ തന്നെ പിടിച്ചു നിന്നു. ഒടുവിൽ അവൻ്റെ അപ്പൻ അവനെ സമ്മതിപ്പിച്ചു. അവൻ്റെ അപ്പൻ പറഞ്ഞു, ഓക്കെ, തനിയെ യാത്ര ചെയ്യാം. അപ്പോൾ അവൻ്റെ ആഗ്രഹം അനുസരിച്ച് തനിയെ ഒരു ട്രെയിൻ യാത്രയാണ് 10ാം ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട ആ ഒരു കുട്ടി നടത്താൻ ആഗ്രഹിച്ചത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവനൊരു ട്രെയിൻ ടിക്കറ്റും കൂടെ കുറച്ച് പൈസയും അതുപോലെ തന്നെ അവൻ്റെ പോക്കറ്റിലേക്ക് ഒരു കടലാസ് കഷ്ണവും അവൻ്റെ പപ്പ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് യാത്ര ആരംഭിച്ചോളൂ. അപ്പോൾ അവനാണെങ്കിൽ ഒരുപാട് കോൺഫിഡൻസോട് കൂടിയാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. അവിടെ എത്തുമ്പോൾ സ്റ്റേഷനിൽ അങ്കിളിനോട് കാത്തു നിൽക്കാനായിട്ട് പപ്പ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അങ്കിളിനെ കണ്ടെത്തി അങ്കിളിൻ്റെ കൂടെ വളരെ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവൻ ട്രെയിനിലേക്ക് കയറിയത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ട്രെയിനിലേക്ക് കയറുമ്പോൾ പപ്പ തന്ന കാര്യങ്ങളെല്ലാം ധൃതിയിൽ പോക്കറ്റിലേക്ക് വെച്ച് അവൻ വേഗം തന്നെ ട്രെയിനിലെ സീറ്റിൽ പോയിരുന്നു. പപ്പയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് യാത്ര ആരംഭിച്ചു. മുൻപിൽ വന്നിരിക്കുന്ന യാത്രക്കാരോടൊക്കെ പുഞ്ചിരിയോടെ അവൻ യാത്രയിൽ വളരെ പോസിറ്റീവായിട്ട് അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളുകളെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നീട് യാത്രയുടെ കാഴ്ചകളിലേക്ക് നോക്കിയപ്പോൾ വീടും വസ്തുക്കളൊക്കെ ഒരുപാട് സ്പീഡിൽ പിന്നോട്ട് പോകുന്നു. നമ്മുടെ വാഹനം തീവണ്ടി ഒരുപാട് വേഗതയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ ഒരുപാട് സന്തോഷത്തോടെ നോക്കി നിന്ന് മതി വരാതെ കണ്ടാസ്വദിച്ചു. അങ്ങനെ പതിയെ ഇരുട്ടാവാൻ തുടങ്ങി. വന്നിട്ടുള്ള ആ ഒരു ഇരുട്ടിൻ്റെ ആ ഒരു വേഗത കൊണ്ട് പുറത്തെ കാഴ്ചകളുടെയൊക്കെ ഭംഗി നഷ്ടപ്പെട്ടു. ഇരുട്ട് വർദ്ധിക്കും തോറും അവൻ്റെ ഉള്ളിലെ ഭയവും അതുപോലെ തന്നെ ഇരട്ടിച്ചു.
പുറത്തെ കാഴ്ചകൾ ഒട്ടും കാണാൻ പറ്റാതെയായി. മുന്നിലിരുന്ന യാത്രക്കാരൊക്കെ പകുതി വഴിയിൽ ഇറങ്ങിപ്പോയി. പുതിയ യാത്രക്കാരൊക്കെ വന്നു ചേർന്നു. പലരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അസ്വസ്ഥനായി, പരിഭ്രമിക്കാൻ തുടങ്ങി. അവര് കള്ളന്മാരാവോ കൊലപാതകികളാവോ എന്നുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം അവൻ അസ്വസ്ഥനായി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കാത്ത വിധം അവൻ വളരെയധികം ടെൻഷൻ അനുഭവിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ട്രെയിൻ ഡൽഹിയിലൊന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നായി അവൻ്റെ മനസ്സിൽ. അങ്ങനെ ഭക്ഷണം വാങ്ങാനായിട്ട് എന്ത് ചെയ്യും, ടോയ്ലറ്റ് സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആളുകളുടെ ഇടയിലൂടെ ഞാൻ കടന്നു പോകുക എന്നുള്ള ഒരുപാട് ചിന്തകൾ കൊണ്ട് അവൻ വളരെയധികം വേദന അനുഭവിച്ചു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു ടവലെടുത്ത് അവൻ്റെ വിയർപ്പൊക്കെ ഒപ്പി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. ട്രെയിൻ ടിക്കറ്റും യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണവും അതിനോടൊപ്പം തന്നെ അവൻ്റെ പപ്പ ഒരു കടലാസ് കഷ്ണം അവൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പ അത് വെക്കുന്ന സമയത്ത് ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് എവിടെയെങ്കിലും വെച്ച് യാത്ര ഇനി ആരംഭിക്കാൻ, വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, യാത്ര അവസാനിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നീ ആ ഒരു കടലാസ് കഷ്ണം എടുത്തൊന്ന് വായിച്ചു നോക്കണം എന്ന് അവൻ്റെ പപ്പ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ആ ഒരു കടലാസ് കഷ്ണം വളരെ ആശ്ചര്യത്തോടു കൂടി പുറത്തേക്ക് എടുത്ത് തുറന്നു നോക്കി. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മോനെ, നീ ഒട്ടും പേടിക്കണ്ട, നിന്റെ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ പപ്പയും കൂടെയുണ്ട്. ജോലി തിരക്കുകൾ കാരണം വരില്ല എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ച അവൻ്റെ പപ്പ തൊട്ടു പിന്നിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. അതിലെഴുതിയിട്ടുണ്ട്: നിനക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ, നീ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നീ അടുത്ത സ്റ്റേഷനെത്തുമ്പോൾ അവിടെ ഇറങ്ങി തൊട്ടു പിന്നിലുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അവനൊരുപാട് സന്തോഷമായി. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു, അടുത്തൊരു സ്റ്റേഷൻ എത്താനുള്ളൊരു കാത്തിരിപ്പ്. അരമണിക്കൂറിന് ശേഷം ആ ഒരു സ്റ്റേഷനെത്തി. അവൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവൻ്റെ പപ്പയുടെ അടുത്തേക്ക് ഓടിപ്പോയി പപ്പയെ കെട്ടിപ്പിടിച്ചു. അവന് ഒരുപാട് സമാധാനമായി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകാറുണ്ടല്ലേ? ഇനി എനിക്ക് ആരും ഇല്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ അധികം സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ചിലപ്പോൾ അതേ ഒരു വിഷമത്തോടു കൂടിയായിരിക്കും നിങ്ങളും ഈ ഒരു വീഡിയോ കേൾക്കുന്നുണ്ടാവുക. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല ഒരു കാര്യത്തിലും എന്ന് ആദ്യമേ തന്നെ ഉറച്ചു വിശ്വസിക്കുക. ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും. അപ്പോൾ നമ്മളും ഇതുപോലെ ആ ഒരു കുട്ടിയുടെ മനോഭാവത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരിക. നമ്മുടെ ഹൃദയമാകുന്ന പോക്കറ്റിലിരിക്കുന്ന ആ ഒരു കടലാസ് കഷ്ണം എടുത്ത് വായിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ തൊട്ട് പുറകിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ പുറകെ തന്നെയുണ്ട്. അപ്പോൾ തിരികെ പോയി ആ ദൈവത്തോടു കൂടെ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് എന്തിലാണോ അതിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്നിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയാണ് നിങ്ങളെ തെറ്റായിട്ടുള്ള വഴികളിൽ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു ശക്തി പുറകിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് ആ ശക്തിയിലേക്ക് നിങ്ങളും വന്നു ചേർന്ന് ഒരുമിച്ച് യാത്ര ആരംഭിക്കുക. അത് ചിലപ്പോൾ ഒരു പ്രപഞ്ച ശക്തിയാവാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാവാം, എന്തും ആയിക്കോട്ടെ. ആ ഒരു ശക്തിയിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ കാരണം എന്തു തന്നെ ആയാലും ആ കാരണത്തോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ കൂടിയുണ്ട്. നമുക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും നിങ്ങൾ ഓർത്തെടുത്ത് ഈ ഒരു ശക്തിയുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അലട്ടുന്ന, സങ്കടപ്പെടുത്തുന്ന, നിങ്ങളുടെ കണ്ണിലൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊരു വേദനയുടെ ഒരു നനവുണ്ടല്ലേ? ഇതൊക്കെ കാലം മായ്ച്ചു കളയും. നമുക്ക് ഇതിനെല്ലാം മായ്ച്ചു കളയാനായിട്ട് കഴിയും നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട്. നമ്മുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതയാത്രയിൽ അതിനെല്ലാം തരണം ചെയ്യാൻ ദൈവവും ഈ ഒരു പ്രപഞ്ചശക്തിയും നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.